പിന്നെ NVVB, ഞാൻ ഫൈസൽ. ഹായ് ഉത്തര, സുഖമാണോ? അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ എന്ന് പറയുന്നു. സുഖമാണ് സഹോദര, താങ്കൾക്ക് സുഖമാണോ? പിന്നെ ഇത്തച്ചി വന്നിട്ട് അതല്ല, ഞാൻ ഫസ്റ്റ് വന്നു, എൻ്റെ കമൻറ്റ് വായിച്ചില്ല. കണ്ടില്ല ഇത്തച്ചി, കണ്ടതെല്ലാം വായിച്ചു, സോറി. പിന്നെ ജാഫർ എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് ഓക്കെ, ഞാൻ പുതിയതാണ് അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. ഓക്കെ സഹോദര. പിന്നെ നമ്മുടെ നിസാം എന്ന് പറയുന്ന സഹോദരൻ, ഞാൻ ഖത്തറിൽ നിന്നാണ് ലൈവ് കാണുന്നതെന്ന് പറയുന്നു. താങ്ക് യു സഹോദര, താങ്ക് യു സോ മച്ച്. പിന്നെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ, ഹായ് ഉത്തരമോളെ, ഇനി തലമുടി വളരാൻ എത്ര നാളെടുക്കും എന്ന് അറിയില്ല സഹോദര, ഇനി എത്ര നാളെടുക്കുമോ എന്തോ. പിന്നെ അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട്, ഹായ് അമ്മേ നമസ്കാരം എന്ന് പറയുന്നു. നമസ്കാരം. അതെ. പിന്നെ അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട്, എന്താ സഹോദരി വർത്തമാനം എന്ന് ചോദിക്കുന്നു. നല്ല വർത്തമാനമൊന്നും അല്ലല്ലോ, നമ്മൾ മൊബൈലൊക്കെ തുറന്ന് നോക്കിയാലേ കാണുന്നത് കൊലപാതകവും കള്ളത്തരങ്ങളും ഒക്കെ അല്ലേ. നല്ല വർത്തമാനം ഇപ്പോൾ കേൾക്കാനേ ഇല്ല. പിന്നെ ആരാണ്? ഷാഫി എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട്, ഗുഡ് പ്രോഗ്രാം എന്ന് പറയുന്നു. താങ്ക് യു സഹോദര. പിന്നെ നമ്മുടെ ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട്, അബു ഹന്ന എവിടെ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം ഇതുവരെയും വന്നില്ല സഹോദര. പിന്നെ മോനു എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ വന്നിട്ട് ഹായ് എന്ന് പറയുന്നു. ഹായ് മോനുസേ, സുഖാണോടാ? പിന്നെ നമ്മുടെ ഒരു കൂടപ്പിറപ്പ് വന്നിട്ടുണ്ട്, അഷ്കർ മലബാർ വ്ളോഗ്സ് എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹം ഹായ് ഉത്തരേ എന്ന് പറയുന്നു. ഹായ് സഹോദര, സുഖമാണോ? എന്തുണ്ട് വിശേഷം? താങ്കളുടെ വീഡിയോ ഒരെണ്ണം ഞാൻ കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഇത്തച്ചി വന്നിട്ട്, ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നു. താങ്ക് യു ഇത്തച്ചി. പിന്നെ ഉല്ലാസ് മാധവൻ വന്നിട്ട്, മോളുടെ ടീച്ചറിനും തട്ടിപ്പിനെ കുറിച്ച് അറിയാമായിരുന്നു എന്ന്. ടീച്ചറിനൊന്നും അറിയില്ല തട്ടിപ്പിനെ കുറിച്ച്. ടീച്ചറിനൊന്നും അറിയില്ലെന്ന് വെച്ചാൽ ആ ടീച്ചർ അങ്ങനെയൊന്നുമുള്ള ടീച്ചറല്ല. എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. എൻ്റെ നാട്ടുകാരിയാണ്, നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. എൻ്റെ അനിയത്തിയേക്കാളും പ്രായം കുറവാണ്. എൻ്റെ മകളെ 3.5 വയസ്സ് തൊട്ട് ഡാൻസ് പഠിപ്പിക്കുന്നതാണ്. ഇപ്പോഴും അവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മകൾക്ക് 19 വയസ്സ് കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി പല കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ടീച്ചർ. ഇതിൽ കൂടുതലൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് എനിക്ക് ഹെൽപ്പുള്ള ഒരാളാണ് ടീച്ചർ. അത്രയും മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. എന്തായാലും വളരെ നല്ല മനസ്സിൻ്റെ ഉടമയാണ് അവർ. ഒരുപാട് ഹെൽപ്പൊക്കെ പലർക്കും ചെയ്യാറുണ്ട് കുട്ടികൾക്ക്. പിന്നെ ആരാണ്? പിന്നെ അഷ്കർ മലബാർ വ്ളോഗ്സ് വന്നിട്ട്, ഇന്നും അമ്മ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അതെ അതെ, എന്നും അമ്മ ഉണ്ട്. ലൈവ് സമയത്ത് അമ്മയോ മോളോ ആരെങ്കിലും, എൻ്റെ മോളോ അമ്മയോ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ലൈവിൽ ഇരിക്കാറില്ല. അപ്പോൾ സാധാരണ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കും, കാണാൻ പറ്റാത്തത് കണക്ക്. അപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും നീങ്ങിയിരിക്കും, വന്നിരിക്കും, അപ്പോൾ ഇവിടെ ഇരിക്കുക എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇരുന്ന് ഉറങ്ങിക്കളഞ്ഞിട്ട് ഇരുന്നിരുന്ന് ചിലപ്പോൾ കിടന്ന് കാണാം ലൈവ് എന്ന് പറഞ്ഞ് കിടന്നിട്ട് ചിലപ്പോൾ കൂർക്കം വലിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്നാൽ മതിയെന്ന്. പിന്നെ ആരാണ്? ഷൗക്കത്തലി എന്ന് പറയുന്ന സഹോദരൻ, സജിനി എവിടെ? ഹായ് ഇത്തച്ചി എന്ന് വിളിക്കുന്നു. ആ ഇത്തച്ചി എൻ്റെ പേരാണ്, അതാരും അടിച്ചു മാറ്റണ്ട. പിന്നെ ആരാണ്? SS, ഇതെന്തുവാണെന്നോ ഈ പേരൊന്നും വായിക്കാനേ പറ്റുന്നില്ല. 3 Aയും 3 SSും എന്തെന്ന് വായിക്കും? TV എന്തുവാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാമേ. TV മവിടെയാന്ന് എന്തുവാണെന്നോ. ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. കമൻറ്റ് ചെയ്യുന്നവർ വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മംഗ്ലീഷിൽ ചെയ്യാതെ മലയാളത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ചെയ്യുന്നവർ ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ ഒരു 1.5 മണിക്കൂർ വായിക്കാൻ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് വൃത്തിയായിട്ട് ചെയ്താൽ വായിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മലബാർ വ്ളോഗ്സ് സഹോദരൻ വന്നിട്ട് എന്താണ് പറയുന്നത്? ലൈവ് പൊളിയാണ് ഉത്തരേ എന്ന് പറയുന്നു. താങ്ക്